സന്തോഷമായി ഭാഗ്യലക്ഷ്മി കൊച്ചമ്മയെ, സന്തോഷമായി. അപ്പോൾ ഞാനിന്ന് സൈബർ സെല്ലിൽ പോവുകയാണ്. ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത്കുമാറാണ്. ഈ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ ശക്തമായിട്ട് രേഖപ്പെടുത്തുക. ഷെയറും കമന്റും നിർബന്ധമായി നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. പേജും കൂടി ഫോളോ ചെയ്തോളൂ. അപ്പോൾ എന്നെ 19-ാം തീയതിയാണ് സൈബർ സെല്ലിൽ നിന്ന് വിളിക്കുന്നത്. പിന്നെ വിളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വട്ടിയൂർക്കാവ്, എൻ്റെ സ്റ്റേഷൻ പരിധി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനാണല്ലോ. അപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നും എന്നെ വിളിച്ച് പറഞ്ഞു ഒന്ന് അവിടെ സൈബർ സെല്ല് വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 24-ാം തീയതി പോകാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ എനിക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇന്ന് 30 ഇപ്പൊ ഇന്ന് ഞാൻ സൈബർ സെല്ലിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഭാഗ്യലക്ഷ്മി കൊച്ചമ്മയ്ക്ക് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകട്ടെ. പറ്റിയാൽ റിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിയും കൂടി ചെയ്യുക. കാര്യം സ്വാഭാവികമായിട്ട് ഇത്രയും ദിവസം ഹാജരാവാതിരിക്കുമ്പോൾ ഒരു അറസ്റ്റൊക്കെ നമ്മളെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ വരേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതേവരെ എന്നെ പിന്നീട് വിളിച്ചിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഒരു പരാതി കൊടുത്ത സ്ഥിതിക്ക് അവർക്ക് അത് ക്ലോസ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പോൾ ഒരു 2:30 സൈബർ സെല്ലിൽ പോകും. അപ്പോൾ കുറച്ചുപേര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാഗ്യലക്ഷ്മിക്കെതിരെ എന്തുകൊണ്ട് നമ്മൾ പരാതിയുമായിട്ട് പുരുഷ സംഘടന പോകുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചും നമ്മൾ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന്റെ പുറകെ ഈ കൊടിച്ചിപ്പട്ടികളുടെ പുറകെ പോകാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ അത് നമ്മുടെ സിനിമാ നടൻ ദിലീപ് ചെയ്യേണ്ടതായിരുന്നു. അതുപോലെ കോടതിക്ക് സ്വയം കേസെടുക്കാം, കോടതിയലക്ഷ്യ കേസ് എടുക്കാവുന്നതാണ്. പക്ഷെ അതൊന്നും ഇതുവരെ ഉണ്ടാകുന്നില്ല. കാര്യം ഒരുപക്ഷെ സർക്കാരിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായതുകൊണ്ടായിരിക്കാം ഭാഗ്യലക്ഷ്മിക്കെതിരെ ഒരു നടപടി ഉണ്ടാവാത്തത് എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും അതിനെക്കുറിച്ചും ഇപ്പോഴാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അഡ്വക്കേറ്റ് ആളൂർ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ സംഘടനയുടെ ലീഗൽ അഡ്വൈസറും അംബാസഡറും ഒക്കെ അദ്ദേഹമാണ്. അദ്ദേഹത്തോട് ഞാനൊരു കോൾ ചെയ്താൽ മതിയായിരുന്നു. അദ്ദേഹം ബാക്കി കാര്യങ്ങൾ നടപടികൾ അദ്ദേഹം ചെയ്യുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുറവ് വ്യക്തമാവുകയാണ് എനിക്ക്. കാര്യം വലിയൊരു ബലമായിരുന്നു അദ്ദേഹം. കാരണം ഇതുപോലുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് ഫോളോ അപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതിന് പറ്റിയ ഒരു അഡ്വക്കേറ്റ് ഇനി ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ തപ്പണം. അതാണ് വേറൊരു സത്യം. കാരണം ഒന്ന്, അതിജീവിതയുടെ ഭാഗത്തു നിന്ന് ഇവരൊക്കെ ചിലപ്പോൾ കല്ലെറിയും എന്നുള്ള പേടിച്ചിട്ടായിരിക്കാം. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മിയൊക്കെ സർക്കാരിന്റെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പൊ ആ ഒരു ഭയം ഇവർക്കൊക്കെ ഉണ്ടാവാം. പിന്നെ നമുക്കിതിനോടൊന്നും ഒരു ഭയമില്ലാത്തത് കൊണ്ട് ഇനിയും കേസെടുക്കുമല്ലോ, പരാതി ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് എനിക്കെതിരെ കേസെടുക്കും. ഒരുപക്ഷെ റിമാൻഡിലോട്ട് പോകില്ലായിരിക്കാം. കാര്യം റിമാൻഡിലോട്ട് പോകണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മുന്നേ വന്ന് എടുക്കാമായിരുന്നു, അറസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പൊ അതുണ്ടാവാത്ത സ്ഥിതിക്ക് റിമാൻഡ് ഉണ്ടാവില്ലായിരിക്കാം. ഇനി എന്തായാലും ഇനിയിപ്പോ റിമാൻഡ് ചെയ്യപ്പെട്ടാലും അതെനിക്കതൊരു വിഷയമല്ല. കാരണം എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ ജയിലിൽ പോയിട്ട് വന്നിട്ട് പറഞ്ഞു ഒരുപാട് പേര് തെറ്റ് ചെയ്യാത്തവർ അതിനകത്ത് കിടപ്പുണ്ടെന്ന്. അത് കൃത്യമായിട്ട് എനിക്കും അറിയാം ഉണ്ടെന്നുള്ള. അപ്പോൾ ഞാൻ ജയിലിൽ പോവുകയാണെങ്കിൽ ഒരു 10 പേരെയെങ്കിലും കൃത്യമായിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ 10 പേരെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കും. കാര്യം കേസിൽ പ്രതികളല്ലാത്ത ആരോപിക്കപ്പെട്ട് കിടക്കുന്ന, പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ഒരു 10 കേസെങ്കിലും ഞാൻ അവരെ രക്ഷിച്ച് പുറത്ത് കൊണ്ടുവരും എന്നുള്ളതിന് യാതൊരു മാറ്റമില്ല. അപ്പോൾ അവിടെ പോകുന്നുവെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഫലം കുറച്ചു പേർക്ക് ഉണ്ടാവും എന്നുള്ളതിന് മാറ്റമില്ല. പോകുന്നെങ്കിൽ പാട്ടും പാടി പോകും, പാട്ടും പാടി ഇറങ്ങി വരും. മുൻ നിലപാടിന് യാതൊരു മാറ്റമില്ല. ജയിലെന്ന് പറഞ്ഞ് പേടിയൊന്നുമില്ല, പോലീസ് സ്റ്റേഷനും നമുക്ക് പേടിയൊന്നുമില്ല. അപ്പോൾ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നമ്മൾ ഹാജരാവേണ്ടത് കാര്യം ഉദ്യോഗസ്ഥർക്കും ബുദ്ധിമുട്ടാണ്. അതൊന്നും ക്ലോസ് ചെയ്യണമല്ലോ. അതുമല്ല മേളിൽ നിന്നുള്ള സമ്മർദ്ദം ഒരുപാടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഫെമിനിസ്റ്റിക്കെതിരെയും കൃത്യമായിട്ട് നമ്മൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകേണ്ട നടപടികൾ നോക്കാം. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘടനയുടെ ഇടപെടൽ തന്നെയാണ്. ഇവര് ഫെമിനിസ്റ്റുകൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഭാഗ്യലക്ഷ്മിയും മറ്റുള്ള ഈ കുറച്ചു പേരൊക്കെ വലിയ പ്രശ്നമായിരുന്നു കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് നമ്മളിവിടെ അമർച്ച ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഇല്ല സത്യം പറഞ്ഞ കാര്യം. അവർക്കെതിരെ സംസാരിക്കാൻ ഒരാളില്ലാതിരുന്നപ്പോൾ അവർ ശക്തമായിരുന്നു. ഇപ്പോ ഇവരൊക്കെ പത്തിയും മടക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഇനി പൊങ്ങാൻ കിട്ടിയത് ഈ അതിജീവിതയുടെ പേര് പറഞ്ഞ് പൊങ്ങുകയാണ്. മനസ്സിലായില്ലേ? അതിജീവിതയുടെ പേര് പറഞ്ഞ് ദിലീപിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് ശ്രമിക്കുകയാണ്.
ദിലീപിന്റെ തന്നെ രാമലീല എന്ന് പറയുന്ന അദ്ദേഹം പ്രതി എന്ന് ആരോപിക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ആ പടത്തിൽ വർക്ക് ചെയ്ത് ഡബ് ചെയ്ത് അതിൽ പ്രതിഫലം പറ്റിയ ആളാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത്. ഇപ്പൊ പ്രതി അല്ല എന്ന് പറയുമ്പോൾ, കോടതി പ്രതി അല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ നടപടി ശരിയല്ല. അത് നമ്മൾ ശക്തമായിട്ട് തന്നെ നേരിടും. അതിന് യാതൊരു മാറ്റവുമില്ല. ഇങ്ങനെയുള്ള ഇനി ഈ അതിജീവിതയുടെ പേര് പറഞ്ഞ് തലപൊക്കി വന്ന ഭാഗ്യലക്ഷ്മിയെ മണ്ടയ്ക്കടി കൊടുത്ത് നമ്മൾ താഴെ ഇറക്കണം. അതിന്റെ നടപടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കേസ് ഫയൽ ചെയ്യാൻ പറ്റും. പൊതു താല്പര്യ ഹർജിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഇവർക്കെതിരെയും കേസ് കൊടുക്കണം. കാര്യം പിന്നെ എനിക്ക് കേസ് കൊടുക്കുമ്പോൾ തന്നെ, എനിക്കെതിരെ കൊടുക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അവര് കോടതി കയറി ഇറങ്ങേണ്ടി വരും. മനസ്സിലായില്ലേ? അത് സ്വാഭാവികമാണ്, ഉണ്ടാവും. അപ്പൊ അത് അറിയാൻ പാടില്ലാതെയാണോ ഭാഗ്യലക്ഷ്മി പരാതി കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും ഇനി കോടതിയിൽ വെച്ചും നമുക്ക് കാണാം, നേർക്ക് നേരെ കാണാം. കോടതി വരില്ല. കാര്യം റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഞാൻ ചർച്ചയ്ക്കുള്ളത് കൊണ്ട് ഇറങ്ങി ഓടിയ ടീമാണ് ഇനി കോടതിയിൽ വരുന്നത്. വരുമെന്ന് തോന്നുന്നുണ്ടോ? വരില്ല, ഉറപ്പാ. അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഒരു ഇരയെ വെച്ച് വിലപേശുന്ന, അല്ലെങ്കിൽ ഒരു അതിജീവിതയെ വെച്ച്, അതിജീവിതയാണെങ്കിൽ വ്യക്തത വന്നിട്ടില്ല. കാരണം ഇതില് കുറച്ചു പേര് ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ ലാലിന്റെ മകൻ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോഴ് അതുപോലെ ഈ എറണാകുളം ഇത്രയും വലിയൊരു സിറ്റിയിൽ ഇമാതിരി ഒരു പീഡനം നടന്നു എന്നൊക്കെ പറയുന്നതും, പിന്നെ മാർട്ടിന്റെ വീഡിയോ, ഇങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ സംശയത്തിന്റെ നിഴലാണ്. ഇനി അതിജീവിത ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ആ അതിജീവിതയെ എന്തോ വലിയ സംഭവമാക്കി അതിജീവിതയ്ക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഈ ഫെമിനിസ്റ്റ് കൊച്ചമ്മ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്കങ്ങ് കണ്ണുടച്ച് കൂട്ടിയിരിക്കാൻ പറ്റില്ല. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക്, മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നീയൊക്കെ 24 മണിക്കൂറും പുരുഷന്മാരുടെ കൂടെ നടന്നിട്ട് പുരുഷന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവരെ തകർക്കണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള വടി ഞാനും എടുക്കും. അതിന് ഏത് കേസ് എങ്ങനെ വന്നാലും ശരി. ഓക്കെ, എല്ലാവരും ഇപ്പോൾ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഞാൻ സൈബർ സെൽ പോയിട്ട് 2:30 സൈബർ സെല്ലിൽ ഹാജരാകും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ, താങ്ക് യു.